ശബരിമലയിലെ മകരവിളക്കുത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ നായാട്ടിനായിട്ട് ഇപ്പോൾ മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. 18-ാം പടിക്കാണ് എഴുന്നള്ളിപ്പ് ചെന്നെത്തുക. CG ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഭക്തി നിർഭരമായ നിമിഷം, മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം തന്നെ 18-ാം പടിക്ക് താഴെ എത്തും. മകരവിളക്കുത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ നായാട്ടിനായിട്ട് രജനി, മകരവിളക്ക് ദിവസം മുതൽ മകരം 1 മുതൽ സന്നിധാനത്ത് ആരംഭിക്കുന്നതാണ് ശബരിമല സന്നിധാനത്തെ ഉത്സവം എന്ന് പറയുന്നത്. ആ ഉത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അല്ലെങ്കിൽ ഉത്സവ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള നായാട്ടുവിളി ഘോഷയാത്രയാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ച് നേരത്തെ അരുൺ ഉൾപ്പെടെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇപ്പോൾ ശരംകുത്തിയിലേക്ക് നടക്കുന്ന ഈ നായാട്ടുവിളി ഘോഷയാത്ര. കഴിഞ്ഞ 4 ദിവസം മകരം 1 മുതൽ തുടങ്ങിയ എഴുന്നള്ളത്ത് ശബരിമല സന്നിധാനത്ത് മണിമണ്ഡപത്തിൽ അയ്യപ്പന്റെ വിവിധ ഭാവത്തിലുള്ള കളം വരയ്ക്കും. ബാലകരൂപം മുതൽ സർവാഭരണ വിഭൂഷിതനായ മണികണ്ഠകുമാരൻ വരെയുള്ള ഭാവങ്ങൾ ഓരോ ദിവസവും ഓരോ കളമായി വരച്ച് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണത്തോടൊപ്പം കൊണ്ടുവരുന്ന തിടമ്പിലേക്ക് ദേവചൈതന്യം ആവാഹിച്ച് പിന്നീടാണ് എഴുന്നള്ളത്ത് നടക്കുക. ഈ എഴുന്നള്ളത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ആദിശാസ്താവിനെ വലം വെച്ച് ശബരിമല സന്നിധാനത്തെ കൊടിമരച്ചൂട്ടിൽ 18-ാം പടിക്ക് താഴെ എത്തി നായാട്ടുവിളി നടത്തി വീണ്ടും പ്രദക്ഷിണം നടത്തി മണിമണ്ഡപത്തിലേക്ക് മടങ്ങിയായിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളത്ത് പോവുക. ശരംകുത്തിയിൽ നായാട്ടുവിളി നടത്തി അയ്യപ്പചരിതം പദ്യരൂപത്തിൽ നായാട്ടുവിളി നടത്തിയ ശേഷമാണ് ഇന്നിപ്പോൾ മടങ്ങിയെത്തുക. ഈ ചടങ്ങുകളാണ് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ചടങ്ങുകളെന്ന് പറയാൻ സാധിക്കുക. കാനനവാസനായ അയ്യപ്പന് നട അടച്ചിരിക്കുന്ന സമയത്ത് കൂടെയുള്ളത് ഭൂതഗണങ്ങളാണ്. ഭൂതനാഥ നായകൻ എന്ന് തന്നെയാണ് മണികണ്ഠകുമാരൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഭൂതഗണങ്ങളെ തീർത്ഥാടകരുടെ വരവിന് മുൻപായി വനമേഖലയിലേക്ക് മാറ്റുന്നുവെന്നാണ് സങ്കല്പം. പിന്നീട് തീർത്ഥാടന കാലം പൂർണ്ണമായി പൂർത്തിയാകുന്ന ഈ ദിവസങ്ങളിൽ ശരംകുത്തിയിലേക്ക് എത്തി നായാട്ടുവിളി നടത്തിയ ശേഷം പിന്നീട് ഭൂതഗണങ്ങളെയും കൂട്ടി അയ്യപ്പൻ സന്നിധാനത്തേക്ക് മടങ്ങിയെത്തുന്നുവെന്നാണ് സങ്കല്പം. അങ്ങനെ ഭൂതഗണങ്ങളെയും കൂട്ടി എന്നതിന്റെ സാങ്കല്പികമായാണ് ഈ ഘോഷയാത്ര മടങ്ങിയെത്തുമ്പോൾ വാദ്യമേളങ്ങളില്ലാതെ തീവട്ടിയൊക്കെ അണച്ച് നിശബ്ദരായി മടങ്ങിയെത്തുന്നത് ഈ ചടങ്ങിന്റെ ഒരു സുപ്രധാനമായ ഒരു ഭാഗമാണ്. ഈ കഥയാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് പലതരത്തിൽ മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്താണ്, അല്ലെങ്കിൽ ശരക്കോൽ കണ്ടതിന് ശേഷം മാളികപ്പുറത്തമ്മ നിരാശയോടെ മടങ്ങുകയാണെന്ന തരത്തിലേക്കൊക്കെ വലിയ തോതിൽ പ്രചരിക്കുന്നത് ഈ ഒരു കഥയാണ്. നമുക്കൊരു പക്ഷെങ്കിൽ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന തിടമ്പ് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കൊമ്പമേശയോട് കൂടിയ അതിഗൗരവത്തോടുകൂടി ഇരിക്കുന്ന ഭഗവാന്റെ വില്ലാളി വീരനായ ഭഗവാന്റെ ആ മുഖഭാവം ആലേഖനം ചെയ്ത ആ തിടമ്പാണ് എഴുന്നള്ളത്തിനായി ഉപയോഗിക്കുന്നത്. പത്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാർണ പേഴത്തോടൊപ്പം കൊണ്ടിരുന്ന വലിയ പെട്ടിയിൽ, അതായത് ദീർഘ ചതുരാകൃതിയിലുള്ള പെട്ടിയിലാണ് ഈ തിടമ്പും ഈ എഴുന്നള്ളത്തിൽ ഉപയോഗിക്കുന്ന കുടയും കൊടിക്കൂറകളും ഒക്കെ കൊണ്ടുവരുന്നത്. ആ പരമ്പരാഗതമായി കൊണ്ടുവരുന്ന ആ തിടമ്പിലേക്ക് ഓരോ ദിവസവും മണിമണ്ഡപത്തിൽ നിന്ന് ഓരോ രീതിയിലുള്ള, അല്ലെങ്കിൽ അയ്യപ്പന്റെ ബാലകരൂപം മുതൽ പില്ലാളി വീരനായ അയ്യപ്പന്റെ ഭാവം വരെ ബാലകരൂപനായതും പിന്നീട് പുലിപ്പാൽ തേടി പോകുന്ന അങ്ങനെ പല ഭാവത്തിലുള്ള 5 ഭാവത്തിലുള്ള കളമെഴുത്തും പാട്ടും മണിമണ്ഡപത്തിൽ നടക്കും. മണിമണ്ഡപമാണ് ശബരിമലയെ സംബന്ധിച്ച് ശ്രീകോവിൽ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരിടം. അയ്യപ്പന്റെ ജീവസമാധി കുടികൊള്ളുന്നത് മണിമണ്ഡപത്തിലാണ് എന്നാണ് വിശ്വാസം. മണിമണ്ഡപത്തിൽ കളം വരച്ച ദേവചൈതന്യം ഉണർത്തി ഈ തിടമ്പിലേക്ക് ആവാഹിച്ച ശേഷമാണ് ഈ എഴുന്നള്ളത്ത് നടക്കുക. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ്. ഇന്നിപ്പോൾ പന്തളം കൊട്ടാരത്തിലെ കളഭാഭിഷേകത്തോടുകൂടി ഈ ഉത്സവകാലത്തെ പൂജാ ചടങ്ങുകളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അഭിഷേക പൂജകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ ശരംകുത്തിയിലേക്കുള്ള നായാട്ടുവിളി എഴുന്നള്ളത്തോടുകൂടി ഏതാണ്ട് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുന്നുണ്ട്. നാളെ പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. നാളെ വൈകിട്ട് ഹരിവരാസനം പാടി നടയടച്ച ശേഷം ഈ ഭൂതഗണങ്ങൾക്ക് വേണ്ടിയുള്ള ഗുരുതിയും മണിമണ്ഡപത്തിന് മുൻപിലെ ഗുരുതിക്കളത്തിൽ നടക്കും. ഇതോടുകൂടിയാണ് ഈ തീർത്ഥാടന കാലത്തെ മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാകുക. എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ദിവസങ്ങളാണ്. മകരവിളക്ക് മുതൽ തുടങ്ങുന്നതാണ് ശബരിമലയുടെ യഥാർത്ഥ ഉത്സവ ചടങ്ങുകൾ. അന്ന് മുതൽ 5 ദിവസം നടക്കുന്ന വിളക്ക് ഉത്സവമാണ് ശബരിമലയെ സംബന്ധിച്ച് പടഹാതി ഉത്സവം എന്ന് പറയുന്ന ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ ചടങ്ങുകൾ. അതിൽ ഏറ്റവും സുപ്രധാനമായ ചടങ്ങ്, അല്ലെങ്കിൽ ഈ ഉത്സവകാലത്തിന്റെ ചടങ്ങുകളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള നായാട്ടുവിളിയാണ്. എല്ലാ ദിവസവും മകരം 1 മുതൽ നായാട്ടുവിളി പ്രദക്ഷിണം നടക്കാറുണ്ട്. അത് ആദിശാസ്താവിന്റെ സങ്കല്പത്തിൽ ശബരിമല ക്ഷേത്രത്തിന് മണിമണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് ആദിശാസ്താവിനെ വലം വയ്ക്കുന്നുവെന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് 18-ാം പടിക്ക് താഴെ എത്തി നായാട്ടുവിളി നടത്തിയും മടങ്ങുന്നത്, വീണ്ടും മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നത്. ഇന്നിപ്പോൾ ഈ ഉത്സവങ്ങളുടെ എല്ലാം സമാപനമായതുകൊണ്ട് തന്നെ തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ സാന്നിധ്യം, മനുഷ്യ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അയ്യപ്പൻ തന്റെ സന്തത സഹചാരികളായ ഭൂതഗണങ്ങളെ വനമേഖലയിലേക്ക് മാറ്റി നിർത്തുന്നു. ഇന്നിപ്പോൾ ഈ ഉത്സവ ചടങ്ങുകളെല്ലാം പൂർത്തിയായ ശേഷം ഈ ഭൂതഗണങ്ങളെ തിരികെ
സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്നതാണ് സങ്കല്പം. ആ സങ്കല്പത്തിന്റെ ഭാഗമായാണ് വിളക്ക് കെടുത്തി താളമേളങ്ങളില്ലാതെ നിശബ്ദരായി ഈ പോകുന്ന ഈ എഴുന്നള്ളത്തുമായി പോകുന്ന സംഘം മടങ്ങിയെത്തുക. പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ പേടകം ശിരസിൽ വഹിച്ച കുളത്തിലാൽ ഉണ്ണി ഉൾപ്പെടെയുള്ള ഗുരുസ്വാമികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ എഴുന്നള്ളത്ത് മുന്നോട്ട് പോകുന്നത്, പുരോഗമിക്കുന്നത്. ഒപ്പം റാന്നി കുന്നക്കാട്ട് തറവാട്ടിലെ കുറുപ്പന്മാർ അവരാണ് പടവാളുമായി ഇതിന് മുന്നിൽ അകമ്പടി സേവിച്ചു പോകുന്നത്. ഒപ്പം ഇഞ്ചിപ്പാറ തലപ്പാറ കോട്ടകളുടെ പ്രതീകമായ കറുപ്പും ചുവപ്പും കൊടികൾ അതെല്ലാം തിരുവാഭരണത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതാണ്. ഈ കഴിഞ്ഞ മകരം 1-ാം തീയതി മുതൽ സന്നിധാനത്ത് നടക്കുന്ന പൂജ കാര്യക്രമങ്ങളെല്ലാം പന്തളം കൊട്ടാരം നിശ്ചയിച്ചതുപോലെ തന്നെ, അതായത് തനിക്ക് എന്തൊക്കെയാണോ പൂജാ കാര്യങ്ങൾ ശബരിമലയിൽ വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടതെന്നത് അയ്യപ്പൻ ഭൂതനാഥ ഗീതയിൽ എങ്ങനെ ഉപദേശം നൽകിയോ ആ ചടങ്ങുകൾ പ്രകാരം നടക്കുന്ന ഉത്സവമാണ് കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്ത് നടക്കുന്നത്. അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശരംകുത്തിയിലേക്കുള്ള നായാട്ടുവിളി ഘോഷയാത്ര. അല്പസമയത്തിനകം ശരംകുത്തിയിലെത്തി നായാട്ടുവിളി നടത്തിയ ശേഷം ഭൂതഗണങ്ങളെ കൂട്ടി മടങ്ങിയെത്തുന്നുവെന്ന സങ്കല്പത്തിൽ നിശബ്ദരായി താളമേളങ്ങൾ ഇല്ലാതെ തീവട്ടിയൊക്കെ അണച്ച് ഘോഷയാത്ര മടങ്ങിയെത്തുന്നതിന് ശേഷം ഹരിവരാസനം പാടി നടയടയ്ക്കും. നാളെയാണ് ഭൂതഗണങ്ങളുടെ പ്രധാന വഴിപാടായ ഗുരുതി സന്നിധാനത്ത് നടക്കുക. അതോടുകൂടി ഈ തീർത്ഥാടന കാലത്തെ മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാകും. നാളെ ഏതാണ്ട് വൈകിട്ട് 6 മണി വരെ മാത്രമാണ് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളത്. അതോടുകൂടി ഈ തീർത്ഥാടന കാലം ഏതാണ്ട് 2 മാസത്തിലേക്ക് നീണ്ടുന്ന തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിക്കും. അതിന്റെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് രജനി ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്. ഉമേഷേ, മറ്റൊരു കാര്യമുണ്ട്. ഈ നായാട്ടുവിളി എന്നുള്ളൊരു ഐതിഹ്യം കൂടെയുണ്ട്. കാരണം ശബരിമല ക്ഷേത്രം പണിക്ക് വന്ന തമിഴ് വംശജർക്ക് പന്തളത്ത് രാജാവ് അനുവദിച്ചു കൊടുത്ത ഒരു അവകാശം കൂടെയാണ് ഈ നായാട്ടുവിളി. ഇപ്പോഴും അത് മുറതെറ്റാതെ തലമുറകളായിട്ട് തന്നെ പുന്നമൂട്ടിൽ കുടുംബമാണ് ഈ ഒരു നായാട്ടുവിളിക്ക് എത്തുന്നത് പോലും. ആ ഒരു ഐതിഹ്യത്തിൻ്റെ ഒരു കഥ കൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തീർച്ചയായും രജനി, ശബരിമലയെ സംബന്ധിച്ച് ശബരിമല ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ശബരിമലയിൽ എല്ലാ ആചാരങ്ങളുടെയും ഹൈന്ദവ ആചാര രീതികളിലെ എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ആരാധന സമ്പ്രദായങ്ങൾ അവിടെ ശബരിമലയിൽ ഓരോന്നായി കൊടുത്തിട്ടുണ്ട്. അതിൽ പുന്നമുട്ടി കുടുംബം അവർ പെരുന്നാടാണ് ഇപ്പോൾ അവരുടെ ആസ്ഥാനം പെരുന്നാടാണ്. പെരുന്നാട്ടിലെ പുന്നമുട്ടി കുടുംബത്തിൽ നിന്നാണ് ഈ നായാട്ടുവിളിക്കായി ഇപ്പോൾ സംഘം ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ പുന്നമുട്ടിൽ കുടുംബം മാത്രമല്ല, ശബരിമലയിൽ ഇപ്പോൾ മണിമണ്ഡപത്തിലെ പൂജാ കാര്യങ്ങൾക്ക് ഗുരുതി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഓരോ ചടങ്ങുകൾക്കും, പ്രത്യേകിച്ച് പിന്നീട് സന്നിധാനത്ത് നടക്കുന്ന പറകുട്ടിപ്പാട്ട് തുടങ്ങിയ ചടങ്ങുകൾ, അങ്ങനെ ഓരോ ചടങ്ങുകളും ഓരോ വിഭാഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ആരാധന സമ്പ്രദായങ്ങൾക്കും എല്ലാ രീതികൾക്കും അവിടെ ഒരു സാന്നിധ്യമുണ്ട് ശബരിമലയിൽ. അതിലൊന്നാണ് ഇപ്പോൾ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുന്നമുട്ടിൽ കുടുംബക്കാർക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്ന നായാട്ടുവിളി. അത് ശബരിമലയിൽ മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ ഏതാണ്ട് മധ്യ തിരുവിതാംകൂറിലെ ഏതാണ്ട് നല്ലൊരു ശതമാനം ക്ഷേത്രത്തിലും ഇത്തരം ഉത്സവവുമായി ബന്ധപ്പെട്ട നായാട്ടുവിളികൾക്കുള്ള അവകാശം പുന്നമുട്ടിൽ കുടുംബമാണെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അതിന്റെ ഒരു അവകാശമുള്ളത്. അവരാണ് ഇത്തവണയും സന്നിധാനത്ത് നായാട്ടുവിളിക്കായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസം മകരവിളക്ക് മുതലുള്ള 5 ദിവസവും അവരുടെ കുടുംബാംഗങ്ങൾ ഏതാണ്ട് 12 പേരടങ്ങുന്ന സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ആ ചടങ്ങുകൾ നടക്കുക. അങ്ങനെ എല്ലാ ആചാര പദ്ധതികളും അത് ഇടകലർന്നതാണ് ശബരിമല സന്നിധാനത്തെ പൂജാ പദ്ധതികൾ. അവിടെ താന്ത്രികമുണ്ട്, ഒപ്പം ശാക്തേയ വൈഷ്ണവ സമ്പ്രദായങ്ങളുടെ ഒരു സമ്മിശ്രമായ ഒരു സാന്നിധ്യമുണ്ട്. അങ്ങനെ എല്ലാ രീതികളും ശബരിമല സന്നിധാനത്ത് ഏതൊക്കെയാണോ സനാതന ധർമ്മത്തിലെ ആരാധനാ രീതികൾ അതിൽ എല്ലാം സമ്മിശ്രമായി കുടികൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുകൂടി നമുക്ക് ശബരിമലയെ പറയാം. അതിന്റെ പ്രത്യേകതയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്തിയ ഈ പ്രത്യേക കുടുംബത്തെ അവരെ ഇതിന്റെ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഓരോ ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഓരോന്നിന്റെയും ചുമതല നൽകുക, അവർക്ക് ഓരോന്നിന്റെ അവകാശം നൽകി ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു രീതിയാണ് ഇപ്പോഴും തുടർന്നു വരുന്നത്. നമുക്കറിയാം, ശബരിമല ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായി പ്രവർത്തിച്ചു. ശബരിമല ക്ഷേത്ര നിർമ്മാണ സമയത്ത് പന്തളത്ത് രാജശേഖര പാണ്ഡ്യർ അതിന്റെ ഒരു ബേസ് ക്യാമ്പായി പ്രവർത്തിച്ചത് പെരുന്നാട് കക്കാട്ടുകോയിക്കലാണ്. അവിടെയും സമാനമായി ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിന് സമാനമായ രീതിയിലുള്ള പേരുകൾ ഇപ്പോഴും അവിടെ കാണാം. വലിയ കോയിക്കൽ, ചെറിയ കോയിക്കൽ തുടങ്ങിയ പേരുകൾ അവിടെയും ഇപ്പോഴും ഉണ്ട്. ഒപ്പം തന്നെ മാളികപ്പുറം ക്ഷേത്രവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പന്തളം രാജവംശം എവിടെയൊക്കെയാണോ ഇത് പോയിട്ടുള്ളത് അവിടെയെല്ലാം ഇതിന്റെ ഒരു ചെറിയ പതിപ്പ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായി പ്രവർത്തിച്ച പെരുന്നാടാണ് ഈ പുന്നമുട്ടി കുടുംബത്തെയും അന്ന് രാജാവ് കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പോൾ പെരുന്നാട് തന്നെയാണ് അവരുള്ളത്. അവിടെ നിന്നാണ് ആ കുടുംബമാണ് നായാട്ടുവിളിക്കായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോ വിഭാഗത്തെയും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മണിമണ്ഡപത്തിലെ പൂജാ ചടങ്ങുകൾക്ക്, പിന്നീട് നടക്കുന്ന ഗുരുതി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് കുന്നേക്കാട് കുറുപ്പന്മാരാണ്. അങ്ങനെ ഓരോ വിഭാഗത്തിനായി ഓരോ ചടങ്ങുകൾ അങ്ങനെ പരമ്പരാഗതമായി ശബരിമല ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ അന്ന് പന്തളം
പന്തളം രാജവംശം അത് പതിച്ചു നൽകിയിരുന്നു. അതിപ്പോഴും മുറ തെറ്റാതെ മുന്നോട്ട് പോകുന്നു. അവർ തന്നെയാണ് കഴിഞ്ഞ 5 ദിവസമായി സന്നിധാനത്ത് ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ശരംകുത്തിയിലെ നായാട്ടുവിളി നടക്കുക. രജനി. ശരി ഉമേഷ്, എന്തായാലും അവിടെ വലിയൊരു ജനത്തിരക്ക് കൂടി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടല്ലോ. പോലീസ് ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടോ? നിയന്ത്രണ വിധേയം തന്നെയാണോ തിരക്ക്? ദേവിക, സാധാരണ രീതിയിൽ ശബരിമല സന്നിധാനത്ത് ഏതാണ്ട് മകരവിളക്ക് കഴിഞ്ഞൊരു 3 ദിവസം വരെയൊക്കെ തിരക്ക് അതിശക്തമായി അനുഭവപ്പെടുകയുള്ളൂ. സാധാരണ രീതിയിൽ മുൻ വർഷങ്ങളിലൊക്കെ ഈ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് ദിവസമാകുമ്പോഴേക്കും തീർത്ഥാടകരുടെ തിരക്ക് താരതമ്യേന കുറയും. കാരണം ഇനിയിപ്പോൾ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർത്ഥാടകർ വരുന്നതിന്റെ അളവ് വളരെ കുറവാണ്. കാരണം കേരളത്തിന് പുറത്തു, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്ന തീർത്ഥാടകർ എല്ലാവരും അവിടെ എത്തി നെയ്യഭിഷേകം നടത്തി മടങ്ങാൻ വേണ്ടി എത്തുന്ന തീർത്ഥാടകരാണ്. കേരളത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ദർശനം നടത്തി മടങ്ങാൻ വേണ്ടി മാത്രമായി എത്തുന്നത്. എന്നാൽ ഇത്തവണ അതിന് വിഭിന്നമായി. ഇപ്പോൾ ഇന്ന് ഉച്ചകൊണ്ട് തന്നെ അഭിഷേക ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേക പൂജകളോ നെയ്യഭിഷേകമോ സന്നിധാനത്തില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള തീർത്ഥാടകരുടെ വരവ് താരതമ്യേന കുറയേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനമൊക്കെ അത്തരത്തിലായതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ ബുക്കിംഗ് വളരെ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. നാളെയും ഏതാണ്ട് 1,00,000-അടുത്ത ആളുകൾ ഏതാണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ശരംകുത്തി വഴിയാണ് തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുക. മാസപൂജകൾക്ക് തുറക്കുമ്പോൾ മാത്രമാണ് മറ്റ് പാതകൾ സന്നിധാനത്തേക്ക് ആശ്രയിക്കേണ്ടി വരിക ഭക്തർക്ക്. ഇന്നിപ്പോൾ ശരംകുത്തി വഴിയുള്ള പരമ്പരാഗത പാത തന്നെയാണ് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് വരാനായി ഉപയോഗിക്കേണ്ടത്. അവിടേക്ക് തന്നെയാണ് എഴുന്നള്ളത്ത് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മരക്കൂട്ടത്ത് നിന്ന് തീർത്ഥാടകരെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരക്കൂട്ടത്ത് നിന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് തീർത്ഥാടകരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക. മറ്റു പാതകളെല്ലാം കണ്ട് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ദേവിക സൂചിപ്പിച്ച പോലെ സന്നിധാനത്ത് അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ ആയതുകൊണ്ട് തന്നെ തീർത്ഥാടകർ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൃത്യമായി എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർത്ഥാടക തിരക്കുണ്ട്. മുൻ വർഷങ്ങളിൽ ഈ ദിവസങ്ങളിൽ താരതമ്യേന തിരക്ക് വളരെ കുറവാണ് അനുഭവപ്പെടുക. മലയാളികളായ തീർത്ഥാടക സാന്നിധ്യം മാത്രമേ ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇനിയില്ല. ഇനിയിപ്പോൾ വഴിപാടായ പടിപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ മാത്രമാണ് നടക്കുക. അതല്ലാതെ അനുഷ്ഠാനപരമായ പ്രത്യേക പൂജകളൊക്കെ ഏതാണ്ട് ഇന്നുകൊണ്ട് പൂർത്തിയായിട്ടുണ്ട്. നാളെ ഗുരുതിയോടുകൂടി എല്ലാ ചടങ്ങുകളും സമാപ്തിയിലേക്ക് എത്തും. അതുകൊണ്ട് കേരളത്തിന് പുറത്തുനിന്നുള്ള തീർത്ഥാടകരുടെ സാന്നിധ്യം താരതമ്യേന ഈ ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നാൽ അതിന് വിഭിന്നമായി ഇത്തവണ അത്തരം തീർത്ഥാടകർ കേരളത്തിന് പുറത്തുനിന്നുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരുടെ തിരക്കും ഇപ്പോൾ സന്നിധാനത്ത് നല്ല രീതിയിൽ അനുഭവപ്പെടുത്തുന്നുണ്ട്. അവരെല്ലാം പൂർണ്ണമായും പല മേഖലകളിലായി ഇപ്പോൾ മരക്കൂട്ടത്തും ഒപ്പം വലിയ നടപ്പത്തലിന്റെ ഉള്ളിലുമായൊക്കെ അവരെ ക്രമീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം ശരംകുത്തിയിലേക്ക് എത്തും. ശരംകുത്തിയിൽ നിന്ന് നായാട്ടുവിളിയും തത്സമയം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ദേവിക. എരുമേലി കൊച്ചമ്പലം നിർമ്മിച്ച പുത്തൻ വീടെന്ന വെള്ളാള കുടുംബത്തിനാണ് ഈ അനുഷ്ഠാനം നടത്താനുള്ള അവകാശം. അയ്യപ്പനെ എഴുന്നള്ളിച്ച് ആലിഞ്ചുവട്ടിൽ നിർത്തുന്നു. അനുയായികൾ ഓരോ വരി കഴിയുമ്പോഴും ഊഹ എന്ന് ശബ്ദമുണ്ടാക്കും. അയ്യപ്പൻ നായാട്ടിന് പോയപ്പോൾ അനുയായികൾ മുൻപേ നടന്ന് കാടിളക്കിയതിൻ്റെ അനുസ്മരണയാണ് നായാട്ടുവിളി എന്ന ആചാരാനുഷ്ഠാനം. ഉമേഷ്, അതോടൊപ്പം തന്നെ ഇത് ചൊല്ലുവാൻ അവകാശമുള്ള ഒരാൾ അവിടെ ഉണ്ടാകുമല്ലോ. മാത്രവുമല്ല വളരെ വ്യത്യസ്തമായൊരു രീതിയിൽ കൂടിയാണ് ആ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ പുന്നമുട്ടി കുടുംബത്തിനാണ് ഇതിന്റെ അവകാശമുള്ളത്. നേരത്തെ രജനി ഉൾപ്പെടെ സംസാരിച്ച പോലെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ആചാര രീതിയും അവിടെ സമ്മിശ്രമായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. അവിടെ പല സങ്കല്പത്തിലുള്ള പൂജാ പദ്ധതികളുണ്ട്, പല സാന്നിധ്യമുണ്ട്. ഇപ്പോൾ പുന്നമുട്ടിൽ കുടുംബമാണ് നായാട്ടുവിളി നടത്തുന്നതെങ്കിൽ ഈ ഉത്സവം മുതലുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഇടം മണിമണ്ഡപമാണ്. മണിമണ്ഡപത്തിലെ പൂജകൾക്കും നാളെ നടക്കാൻ പോകുന്ന ഗുരുതി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ്. അങ്ങനെ ഓരോ വിഭാഗത്തിനായി അവിടുത്തെ ചടങ്ങുകൾ അങ്ങനെ സമ്മിശ്രമായി നടത്തി അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. അതായത് പന്തളം രാജാവ് തന്റെ ആവശ്യപ്രകാരം പുത്രനെ രാജകുമാരനായി കാണാൻ, ശബരിമല ശാസ്താവിനെ, ശബരിമല മണികണ്ഠനെ രാജാവായി കാണാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് അയ്യപ്പൻ
ഭൂതനാഥ ഗീതയിലൂടെ പറഞ്ഞു നൽകിയതിന് ഗീതോപദേശം പോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. തന്റെ അവതാര ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സാക്ഷാൽ മണികണ്ഠകുമാരൻ അച്ഛനായ രാജശേഖര പാണ്ഡ്യൻ ഉപദേശിച്ച് നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂതനാഥ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള ചടങ്ങുകൾക്ക് സന്നിധാനം സാക്ഷ്യം വഹിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ മകരവിളക്ക് മുതലുള്ള 5 ദിവസങ്ങളായി സന്നിധാനത്ത് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നായാട്ടുകുടി എന്നത്. കഴിഞ്ഞ മകരവിളക്ക് മുതലുള്ള ദിവസങ്ങളിൽ അത് ആദിശാസ്താവിനെ വലം വെച്ച് കൊടിമരച്ചുവട്ടിൽ താഴെ 18-ാം പടിക്ക് താഴെ വന്ന് നായാട്ടുവിളി നടത്തി മടങ്ങുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ശരംകുത്തിയിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ ദൈവ സൂചിപ്പിച്ചത് തന്നെ അത് ഏറെ വ്യത്യസ്തമായി കേൾക്കാൻ ഏറെ ഇമ്പമാർന്ന രീതിയിലാണ് അതിന്റെ ഒരു അവതരണ ശൈലിയുള്ളത്. അത് നായാട്ടുവിളി എന്നത് അയ്യപ്പൻ ജനിച്ച സമയം മുതൽ പിന്നീട് ശബരിമലയിലേക്ക് എത്തി ഇവിടെ ശബരിമല ശാസ്താ ക്ഷേത്രത്തിൽ വിലയം പ്രാപിച്ച വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് പദ്യരൂപത്തിൽ ഇങ്ങനെ ആലപിക്കും. ഒപ്പം കൂടെയുള്ളവർ നായാട്ടുവിളി നടത്തുന്ന പ്രത്യേക ശബ്ദത്തിൽ അതിന് അകമ്പടിയായി അതിന്റെ വൈത്താരികളുമുണ്ട്. അതൊക്കെ കേൾക്കാൻ വളരെ രസകരമാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പമാർന്ന രീതിയിലാണ് അതിന്റെ അവതരണമുള്ളത്. പുന്നമുട്ടി കുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അത് ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഒപ്പമുള്ളത്. 12 പേരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ സംഘമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. നേരത്തെ പുന്നമുട്ടിൽ കാരണവർ എത്തിയിരുന്നു. അദ്ദേഹം പ്രായാധിക്യമായി ഇപ്പോൾ ശബരിമലയിലേക്ക് എത്താറില്ല. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകി സന്നിധാനത്തേക്ക് എല്ലാ വർഷവും എത്തുന്നത്. കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്തെ 18-ാം പടിക്ക് താഴെയായിരുന്നു നായാട്ടുകുടി നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ എല്ലാ ചടങ്ങുകളുടെയും പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ പൂജാ ചടങ്ങുകൾ, അഭിഷേക ചടങ്ങുകളെല്ലാം ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ഓരോ ചടങ്ങുകളായി സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ നായാട്ടുവിളി ഇന്നിപ്പോൾ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത്. ശരംകുത്തിയിൽ നായാട്ടുവിളി നടത്തി ഈ തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചപ്പോൾ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഭൂതഗണങ്ങളെ മണികണ്ഠകുമാരൻ സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്നതാണ് ഇതിന്റെ സങ്കല്പം. ഇനിയിപ്പോൾ രാജകുമാരനിൽ നിന്ന് വീണ്ടും ഒരു താപസിയായി മാറുന്ന, അല്ലെങ്കിൽ ജീവസമാധിയിലേക്ക് മാറുന്ന മണികണ്ഠകുമാരന്റെ സമാധിക്ക്, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ സമാധിക്ക് കാവലായി ഉള്ളത് ഇനി ഭൂതഗണങ്ങളാണ്. അതിനുവേണ്ടി ഭൂതഗണങ്ങളെ തിരികെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നതാണ് ഈ എഴുന്നള്ളത്ത് മടങ്ങിയെത്തുമ്പോഴത്തെ സങ്കല്പം. അങ്ങനെ മടങ്ങിയെത്തുന്നു എന്ന സങ്കല്പത്തിലാണ് ശബരിമലയിലെ മകരവിളക്കുത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് നായാട്ടുവിളി. ആദ്യ 4 ദിവസം 18-ാം പടിക്ക് മുന്നിലും 5-ാം ദിനം ശരംകുത്തിയിലുമാണ് നായാട്ടുവിളി. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എഴുന്നള്ളത്ത് ഇപ്പോൾ ശരംകുത്തിയിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പൻ്റെ വിളക്ക് എഴുന്നള്ളത്ത് 18-ാം പടിക്ക് മുന്നിലെത്തിയാൽ പെരുനാട് പുന്നമൂട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ നായാട്ടുവിളി തുടരും. 18-ാം പടിക്ക് മുന്നിലെ നിലപാട് തറയിൽ തെക്കോട്ട് അഭിമുഖമായി വേട്ടക്കുറുപ്പന്മാർ, 18-ാം പടിക്ക് മുകളിൽ ധർമ്മശാസ്താവും 18-ാം പടിക്ക് താഴെ ശാസ്താവിന് അഭിമുഖമായി പടിഞ്ഞാറ് നോക്കി ജീവൽ സമാധിയിൽ നിന്നുണർന്ന അയ്യപ്പനും വടക്കോട്ട് നോക്കി അധികാരികൾ. ഇതാണ് നിലപാട് നിൽപ്പ്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിലപാട് നിൽപ്പെന്നൊരു ഭാഗവും കൂടി ഉണ്ടല്ലോ നായാട്ടുവിളിയിൽ. അതും ഒരു പ്രത്യേകത തന്നെയാണല്ലോ. കഴിഞ്ഞ 4 ദിവസമായി നടന്ന ചടങ്ങുകളിലാണ് അതിലൊരു പ്രധാനമായ പങ്കുള്ളത്. ഇന്നിപ്പോൾ നിലപാട് തറയിലല്ല നായാട്ടുവിളി നടക്കുന്നത്, ശരംകുത്തിയിലാണ് നായാട്ടുവിളി നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നായാട്ടുവിളിക്ക് മാത്രമാണ് പ്രത്യേകതയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി നടന്നത് ആൽച്ചുവട്ടിലെ നിലപാട് തറയിലാണ് നടന്നത്. എന്നാൽ ഇന്നിപ്പോൾ നടക്കുന്നത് ശരംകുത്തിയിലേക്കാണ്. ശരംകുത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നായാട്ടുവിളി നടക്കുന്നുണ്ട് എന്നതാണ് ആദ്യത്തേത്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് തിരികെ ഉള്ള മടക്കം. ഈ രണ്ടും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. അവിടെ നടക്കുന്ന നായാട്ടുവിളി
നായാട്ടുവിളി, അതിനുശേഷം അയ്യപ്പചരിതം പാടിയുള്ള നായാട്ടുവിളി, അതിനുശേഷം തിരികെയുള്ള എഴുന്നള്ളത്ത്. ഈ രണ്ടുപാട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ. അല്പസമയത്തിനകം അതിന്റെ ആദ്യ ഘട്ടമായ നായാട്ടുവിളി ചടങ്ങുകൾ ആരംഭിക്കും. ദേവി സൂചിപ്പിച്ച പോലെ തന്നെ കിഴക്കോട്ട് നോക്കി നിന്നാണ് നായാട്ടുവിളി സംഘത്തിന്റെ ഇന്നത്തെ നായാട്ടുവിളി ആരംഭിക്കുക. അത് ശരംകുത്തിയിലാണ് അതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ശരംകുത്തിയിലാണ് ഇത്തവണത്തെ എല്ലാ ഉത്സവങ്ങളുടെയും അവസാനം കുറിച്ചുകൊണ്ടുള്ള നായാട്ടുവിളി ചടങ്ങുകൾ നടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് മനസ്സിലാക്കുന്നത്. ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്തെത്തിയിട്ടുണ്ട്. തിരുവാഭരണ പേടകങ്ങൾ ശിരത്തിൽ വഹിച്ച കുളത്തിനാൽ ഉണ്ണിയും ഒപ്പം നായാട്ടുവിളി ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.